കടുത്ത നിയന്ത്രണങ്ങളിൽ രാജ്യതലസ്ഥാനത്തെ പുതുവത്സരാഘോഷം. കൊണാട്ട് പ്ലാസ ഉൾപ്പെടെ ആഘോഷങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കടുത്ത നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയവരെ രാജ്യതലസ്ഥാനം നിരാശപ്പെടുത്തി. രാജ്യതലസ്ഥാനം ഇത്തവണ പുതുവത്സരം ആഘോഷിച്ചത് വലിയ നിയന്ത്രണങ്ങളുടെ നടുവിൽ. ദില്ലിയിൽ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന കൊണാട്ട് പ്ലേസിൽ CPയിൽ രാത്രി 8:30 ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി. CPയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വന്നവർക്ക് ഇത്തവണത്തെ പുതുവത്സരം നിരാശാജനകം ആയിരുന്നു. അത് ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വല്ലാത്തൊരിത്, ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല. വല്ലാത്തൊരു അത്യാവശ്യം ക്രൗഡ് പ്രതീക്ഷയാണ്. പക്ഷേ രാജി ചോക്ക് ക്ലോസ് ചെയ്തിട്ട് ബാരകമ്പി ഇറങ്ങിയിട്ട് അവിടുന്ന് അടിച്ച് ഇവിടുന്ന് വന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊണാട്ട് പ്ലേസിൽ പുതുവത്സരം ആഘോഷിക്കാനെത്തിയവരും നിരാശരായി മടങ്ങി. हाँ, मेरा तो ये क्या फर्स्ट टाइम है. वैसे मैं दिल्ली का ही हूँ. 50 साल तक मैं दिल्ली में था और अभी 6 साल से पिछले बेंगलोर में हूँ. पर रिस्ट्रिक्शन तो बहुत ज़्यादा है, वो तो नज़र आ रहा है. पुलिस सबको बोल रही है कि 9 बजे के बाद आप छोड़ जाइए, कनॉट प्लेस चले जाइए, कोई सेलिब्रेशन नहीं होगा. लेकिन ऐसा नहीं है, लोग तो चाहते हैं सेलिब्रेशन करना. मोदी नहीं चाहता कि कहीं पब्लिक इकट्ठी हो, कहीं प्रचार हो, कहीं वो, वरना ये एक ऐसी जगह है, हम हर साल आते हैं हम यहाँ ना पैदल चलने वालों की जगह नहीं होती थी. कोई होटल ऐसा खाली नहीं होता था. खाने पीने का सब चीज़ें रेडी पट्टी, गोलगप्पे की रेडी लगी होती. പാർലമെന്റിലെ പുകയാക്രമണം, ഇസ്രായേൽ എംബസിക്ക് മുന്നിലുണ്ടായ ആക്രമണം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. പുതുവത്സര രാത്രിയിൽ ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാത്ത കൊണാട്ട് പ്ലേസിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം വിഷ്ണു തലവൂർ.